നമസ്കാരം. സുപ്രധാനത്തിലേക്ക് സ്വാഗതം. ഞാൻ സുഷമ. ഓണത്തെ ആവേശത്തോടെ വരവേൽക്കുവാൻ മലയാളി ഒരുങ്ങിക്കഴിഞ്ഞു. ഒന്നാം ഓണം എത്തുക സെപ്റ്റംബർ 4 വ്യാഴാഴ്ചയാണ്. പിറ്റേന്ന് വെള്ളിയാഴ്ച തിരുവോണം. സെപ്റ്റംബർ 6 ശനിയാണ് മൂന്നാം ഓണം, അവിട്ടം. നാലാം ഓണം ചതയം സെപ്റ്റംബർ 7 ഞായറാഴ്ചയും. കീശ കീറാതെ നാട്ടാർക്ക് ഓണം ആഘോഷിക്കുവാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക ഓണച്ചന്തകൾ തുടങ്ങി. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ സബ്സിഡി നിരക്കിൽ അവശ്യ വസ്തുക്കൾ എത്തിക്കുന്നുണ്ട്. യാത്രാ തിരക്ക് കൈകാര്യം ചെയ്യാൻ റെയിൽവേയും KSRTCയും കൊച്ചി മെട്രോയും പ്രത്യേക സർവീസുകൾ ആരംഭിച്ചു. ജാതി മത രാഷ്ട്രീയത്തിനതീതമായി സാമൂഹ്യ ബോധമുള്ള ഒരു ജനതയായി നാം മുന്നേറിയത് വിദ്യാഭ്യാസ രംഗത്തെ കരുത്തും രാഷ്ട്രീയ സാമൂഹിക ഇടപെടലുകളും കൊണ്ടാണ് എന്നതിൽ സംശയമില്ല. മതസാഹോദര്യത്തിന്റെ വിത്തുകൾ നമ്മുടെ മണ്ണിൽ പണ്ട് മുതലേ വേരൂന്നിയിരുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഓണം. രാജ്യത്തെ വിവിധ ആചാരങ്ങളിൽ നിന്നും ഉത്സവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഓണം ഒരു അനശ്വരനായ രാജാവിനെ ആദരിക്കുന്നു. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി എല്ലാ മതസ്ഥരും കാത്തിരിക്കുന്നു. ഭാഗവത പുരാണത്തിലും വിഷ്ണു പുരാണത്തിലും മഹാഭാരതത്തിലും പിന്നീട് CE 1 മുതൽ 4 വരെ നൂറ്റാണ്ടുകളിലെ തമിഴ് സംഘ സാഹിത്യമായ മധുരക്കഞ്ചി, പെരുമ്പനാരുപ്പതൈ തുടങ്ങിയ ആദ്യകാല ഗ്രന്ഥങ്ങളിലും 17-ാം നൂറ്റാണ്ടിലെ കേരളോൽപ്പത്തിയിലുമെല്ലാം ഓണത്തെ പരാമർശിക്കുന്നുണ്ട്. കാർഷിക സമൃദ്ധിയുടെ ആഘോഷമായാണ് ഓണത്തെ ഇവയിലൊക്കെ രേഖപ്പെടുത്തുന്നത്. അതിനാൽ തന്നെ ലോകത്തിനു മുന്നിൽ ജാതി മത രാഷ്ട്രീയ സാഹോദര്യത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഓണം. എന്നാൽ ഈ സെക്യുലർ പ്രതീകത്തെ മതവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ന് സജീവമാണ്. ഓണം ഹൈന്ദവന്റെയും മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും അങ്ങനെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആഘോഷമാണെന്ന് നാം നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിലും വ്യാപാര നിലപാടിലും കാര്യമായ മാറ്റമുണ്ടായ ആഴ്ചയായിരുന്നു കടന്നുപോയത്. പഹൽഗാം തീവ്രവാദ ആക്രമണത്തിന് ശേഷമുള്ള ഇന്ത്യൻ പ്രത്യാക്രമണത്തിന് ശമനമായത് തന്റെ ഇടപെടൽ മൂലമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം ലോകം കേട്ടത് ഈ കഴിഞ്ഞ ദിനങ്ങളിലായിരുന്നു. പിന്നാലെ പാകിസ്ഥാനോടുള്ള ട്രംപിന്റെ അനുനയവും നാം കണ്ടു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ 50% വർദ്ധിപ്പിച്ചതോടെ ഇന്ത്യയോടുള്ള US-ന്റെ അകൽച്ച മറനീക്കി പുറത്തു വന്നു. റഷ്യയിൽ നിന്ന് ഇന്ത്യ തുടർച്ചയായി അസംസ്കൃത എണ്ണ വാങ്ങുന്നതാണ് നടപടിക്ക് കാരണമായി ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത്. പാശ്ചാത്യ ശക്തികൾ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കുമ്പോഴും സെപ്റ്റംബറിൽ റഷ്യയിൽ നിന്നുമുള്ള എണ്ണ ഇറക്കുമതി 10 മുതൽ 20% വരെ വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യൻ തീരുമാനം. ഇന്ത്യയുടെ എണ്ണ ആവശ്യത്തിന്റെ 40% റഷ്യൻ ക്രൂഡ് ഓയിൽ ഉപയോഗിച്ചാണ് നിറവേറ്റുന്നത്. കുറഞ്ഞ വിലയിൽ ആവശ്യം നടക്കുന്നു എന്നത് തന്നെയാണ് പ്രധാന കാരണം. US-ന്റെ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്ത്യയുടെ പുതിയ നീക്കങ്ങൾ. ടോക്കിയോയിൽ പ്രധാനമന്ത്രി മോദി ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗരു ഇഷിബയെ കണ്ടു. സാമ്പത്തികവും സുരക്ഷാപരവും തന്ത്രപരവുമായ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. അടുത്ത ദശകത്തിൽ ഇന്ത്യയിൽ 10 ട്രില്യൺ ഏകദേശം 68 ബില്യൺ US ഡോളർ നിക്ഷേപം നടത്തുമെന്ന് ജപ്പാൻ വാഗ്ദാനം ചെയ്തു. സെമി കണ്ടക്ടറുകൾ, AI, നിർണായക ധാതുക്കൾ, പ്രതിരോധം, ഊർജം, ബഹിരാകാശം എന്നീ മേഖലകളിൽ വിപുലമായ സഹകരണം ഇരു രാജ്യങ്ങളും ഉറപ്പുവരുത്തും. അതിവേഗ റെയിൽ സഹകരണവും മേക്ക് ഇൻ ഇന്ത്യ മേക്ക് ഫോർ ദ വേൾഡ് സംരംഭം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മൊബിലിറ്റി റോഡ് മാപ്പും പ്രഖ്യാപിച്ചു. ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയും കൃത്യമായ രാഷ്ട്രീയ സന്ദേശമാണ് നൽകിയത്. അതിർത്തിയിൽ ഇരു രാജ്യങ്ങളും സമാധാനം നിലനിർത്തുമെന്നും നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുവാനും വ്യാപാര സഹകരണം മെച്ചപ്പെടുത്തുവാനും തീരുമാനമായി. കഴിഞ്ഞയാഴ്ച ബീജിംഗിലേക്കും ടോക്കിയോയിലേക്കും ന്യൂഡൽഹി നടത്തിയ ഇടപെടലുകൾ ഇൻഡോ പസഫിക് മേഖലയിലെ ബന്ധങ്ങൾ സന്തുലിതമാക്കാനും US ആധിപത്യം കുറയ്ക്കാനുമുള്ള നയതന്ത്രമായി കണക്കാക്കാം.
ഒപ്പം ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പുവരുത്താനും കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണ്. സെപ്റ്റംബർ 20 പമ്പയിൽ നടക്കാനിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം കേരളത്തിൽ രാഷ്ട്രീയ, സാംസ്കാരിക, മതപരമായ ചർച്ചകൾക്ക് വഴിയൊരുക്കി. ശബരിമല മാസ്റ്റർ പ്ലാനിനെയും അയ്യപ്പ പാരമ്പര്യങ്ങളെയും കുറിച്ചുള്ള സെഷനുകൾ ഉൾപ്പെടുത്തി അയ്യപ്പ ഭക്തരുടെ ഒരു ആത്മീയ സമ്മേളനമായി വിഭാവനം ചെയ്ത ഈ പരിപാടി ഇപ്പോൾ മൂർച്ചയേറിയ രാഷ്ട്രീയ സംവാദങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുന്നു. ഭക്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ മുൻകാല പ്രവൃത്തികൾ ആരോപിച്ച് മുഖ്യമന്ത്രിമാരായ പിണറായി വിജയനും കെ സ്റ്റാലിനും സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് മുൻപ് ഹിന്ദുക്കളോട് മാപ്പ് പറയണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടികൾക്ക് ശേഷം ഭൂരിപക്ഷ പ്രീണനം ലക്ഷ്യമാക്കിയാണ് സർക്കാർ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ആരോപിച്ചു. ഇതിനിടെ മുൻ നിശ്ചയിച്ച പരിപാടി ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി കെ സ്റ്റാലിൻ ക്ഷണം നിരസിച്ചു. എന്നിരുന്നാലും സംഗമത്തിൽ തന്റെ 2 മന്ത്രിമാർ തമിഴ്നാടിനെ പ്രതിനിധീകരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. സംഗമം ശബരിമലയുടെ പാരമ്പര്യങ്ങളെ ബഹുമാനിക്കുന്നതും രാഷ്ട്രീയ ഇടപെടലുകളിൽ നിന്ന് മുക്തമായി തുടരുന്നതും ഉറപ്പാക്കുന്നതിനാലാണ് തങ്ങളുടെ പിന്തുണയെന്ന് NSS അറിയിച്ചു. രാഷ്ട്രീയ ശക്തികളല്ല, ഭക്തരാണ് ഉച്ചകോടിക്ക് നേതൃത്വം നൽകേണ്ടതെന്ന് NSS കൂട്ടിച്ചേർത്തു. NSSന്റെ പിന്തുണയെ സ്വാഗതം ചെയ്ത CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ലോകമെമ്പാടുമുള്ള ഭക്തരെ ഏകീകരിക്കുന്നതിനുള്ള ഒരു ആത്മീയ പരിപാടിയാണ് സംഗമമെന്ന് ആവർത്തിച്ചു. സംഗമത്തിന്റെ അജണ്ട തട്ടിയെടുക്കാൻ വർഗീയ ശക്തികൾ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെയും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. BJP നേതാക്കൾ പരിപാടിയെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെ ദേവസ്വം മന്ത്രി VN വാസവൻ വിമർശിച്ചു. അവരുടെ പരാമർശങ്ങൾ അയ്യപ്പ ഭക്തരെ അപമാനിക്കുന്നതാണ് എന്ന് അദ്ദേഹം ആരോപിച്ചു. ഹൈന്ദവ ആചാരങ്ങളും ദർശനങ്ങളും സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ മാത്രം കടമയാണെന്ന സംഘപരിവാർ ശക്തികളുടെ അജണ്ട തകർക്കുകയാണ് സംഗമം വഴി CPIM ലക്ഷ്യമാക്കുന്നത്. ക്ഷേത്രാചാരങ്ങളെ മുൻനിർത്തിയും ക്ഷേത്രകാര്യങ്ങളിൽ കൈകടത്തിയും ഹൈന്ദവത കൊണ്ട് ഭൂരിപക്ഷ സമൂഹത്തെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്ന ഹൈന്ദവ രാഷ്ട്രീയ ശക്തികളോടുള്ള മറുപടിയായും ഇതിനെ കാണാം. എന്നാൽ മതേതരത്വത്തിൽ അടിസ്ഥാനമാക്കി മുന്നോട്ടു പോകുന്ന ഭരണ സംവിധാനങ്ങൾ മതചിന്തകൾക്കും മതരാഷ്ട്രീയത്തിനും അതീതമായി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ 2025 സെപ്റ്റംബർ 20 ഒക്ടോബർ 20 ഇടയിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വികസന സദസ്സ് സംഘടിപ്പിക്കുവാൻ നിർദ്ദേശിച്ച് സംസ്ഥാന സർക്കാർ. 941 ഗ്രാമപഞ്ചായത്തുകൾ, 87 മുനിസിപ്പാലിറ്റികൾ, 6 കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിൽ സദസ്സ് സംഘടിപ്പിക്കും. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുക, ജനങ്ങളിൽ നിന്ന് നേരിട്ട് ഫീഡ്ബാക്ക് ശേഖരിക്കുക എന്നതാണ് ലക്ഷ്യം. പരിപാടിക്ക് 30 കോടിയിലധികം രൂപ ചെലവാകുമെന്നാണ് കണക്കുകൂട്ടൽ. തദ്ദേശ സ്ഥാപനങ്ങൾ പലതും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്ത് ഇത്രയധികം രൂപ ചെലവാക്കി പരിപാടി സംഘടിപ്പിക്കുന്നതിൽ പ്രതിപക്ഷം എതിർപ്പുയർത്തുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി CPIMന് രാഷ്ട്രീയ മേൽക്കോയ്മ നേടിക്കൊടുക്കുവാൻ വികസന സദസ്സിന് സാധിക്കും എന്നവർ പ്രതീക്ഷിക്കുന്നു. ഞാൻ സുഷമ. ഇന്നത്തെ സന്തോഷകരവും സമൃദ്ധവുമായ ഒരു ഓണം ആശംസിക്കുന്നു. അടുത്ത സുപ്രധാനം വരെ വിട.